ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഇപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് വീടിൻ്റെ ബാൽക്കണി ഏരിയ ആണ്. ഇവിടെ ഞാൻ വല്ലപ്പോഴും ഞാനും വരാറുള്ളൂ. വരുന്ന ഒരേ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഡെക്കറേഷന്, എന്താ പറയുക, ഈ അലങ്കരിക്കാനും മറ്റൊക്കെയാണ്, ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സൗണ്ട് ക്ലിയർ ആവുമോ എന്ന് എനിക്ക് അറിയില്ല. കുറച്ചും കൂടെ പിന്നെ ഈ വീഡിയോയിൽ ഇറ്റ് വുഡ് ബി എ ഡേ ഔട്ട് വിത്ത് മീ ഹാവിങ് പാനിപ്പൂരി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഇന്ത്യൻസിന് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് ചിലപ്പോൾ സ്ട്രീറ്റ് ഫുഡ്സിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും. എനിക്കും അങ്ങനെയായിരുന്നു. ഈ ഹിന്ദി മൂവീസ് അല്ലെങ്കിൽ ഹിന്ദി സീരിയൽസിലൊക്കെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, ഈ ഇതിനൊക്കെ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ സ്ട്രീറ്റ് ഫുഡ്സിനോട് ഭയങ്കര താല്പര്യമൊക്കെ ആയിരിക്കും. നമ്മൾ ഈ ഹിന്ദി സീരിയൽസ് അല്ലെങ്കിൽ ഹിന്ദി സിനിമകളൊക്കെ ഉണ്ട്, പാനിപ്പൂരി, ദഹിപൂരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതൊന്നും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടില്ല. എനിക്കും ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ഒരു താല്പര്യമുള്ള ഒരു സംഭവം. കാര്യം ഫുഡി ഒന്നല്ല, പക്ഷെ എന്നാൽ പോലും ഐ ജസ്റ്റ് വാണ്ട് ടു ട്രൈ സംതിങ് ന്യൂ. അതിപ്പോൾ എന്താ പാനിപ്പൂരി, ദഹിപൂരി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കോമൺ അല്ല ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ. ഇപ്പോൾ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കിപ്പോൾ പോയി കഴിക്കാൻ അടുത്തെങ്ങും അത് ഉണ്ടാവണം എന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ചെറുപ്പത്തിൽ കേട്ടോ, ഞാൻ 5th എങ്ങാണ്ടായിരുന്നു എനിക്ക് തോന്നണം. അന്ന് ഡാഡി ഏതോ ക്രിസ്മസ് വെക്കേഷൻ്റെ ആ ടൈമിലായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഗ്രൗണ്ടിൽ, ഇവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ഒരു ഫെസ്റ്റ് പോലെയൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിന് എന്താ പറയുക, ഇങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു, പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഓരോ സെക്ഷൻസ് വൈസ് കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പാനിപൂരി കഴിക്കണത്. പക്ഷെ അത് അത്രയും അങ്ങ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതെപ്പോഴും ഞങ്ങൾ പോയത് തന്നെ രാത്രി 10 മണി ആ ടൈമിൽ എന്തായിരുന്നു, 9 മണി 10 മണി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇരുട്ടായിരുന്നു. അവരിതൊക്കെ കാലത്ത് ചിലപ്പോൾ ചെയ്തു തുടങ്ങിയതായിരിക്കാം. പക്ഷെ എന്തോ അത് ക്രിസ്പി അങ്ങനെയൊന്നും ആയില്ല. ആ പൂരി, പാനിപൂരി എന്ന് പറയുമ്പോൾ ആ പൂരി, ആ സംഭവം അത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ കിട്ടിയിട്ടില്ല. അതിനുശേഷം പിന്നീട് ഞാനത് കഴിച്ചേക്കുന്നത് എടപ്പള്ളിയിൽ ലുലുമാളിൽ പോയപ്പോഴായിരുന്നു. ഒരു പ്രാവശ്യം ഞാനത് കഴിച്ചു. അത് ആദ്യം ട്രൈ ചെയ്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുമല്ലോ, ഒരു പാക്ക് പോലെ പാക്കറ്റായിട്ട് നമുക്ക് വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് അത് നമ്മൾ കഴിച്ചത്. പക്ഷെ അതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, തണുത്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. അത് ഒട്ടും എനിക്കത് എനിക്ക് അത്രയും ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത്. പക്ഷെ അത് ടേസ്റ്റ് അറിയാൻ പറ്റിയില്ല എനിക്ക്. പിന്നീട് എപ്പോഴും ലുലുമാളിൽ പോയപ്പോൾ അവിടെ ഫുഡ് കോർട്ടിൽ കയറി കഴിച്ചു. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ പാനിപ്പൂരി, അത് പുളിയും പിന്നെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അത് എല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. പക്ഷെ അത് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു. പിന്നീട് ഇവിടെ നിന്ന് ലുലുമാളിൽ അത് മാത്രം കഴിക്കാനായിട്ട് നമുക്ക് എപ്പോഴും പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റോൾ പോലെ അവിടെ തുടങ്ങിയിട്ട് അതിൻ്റെ പേര് ദിൻസേ ചാട്ട് എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. അവര് എന്നിട്ട് ഇങ്ങനത്തെ ഈ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് പോലെ പാനിപ്പൂരി, ദഹിപൂരി, പിന്നെ പല ഇതുണ്ട്, എനിക്ക് പേര് കൃത്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റി. എപ്പോൾ, അതായത് സൺഡേ ഞാൻ വൈകുന്നേരമാണ് ഹോളി മാസിന് പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മിക്കപ്പോഴും തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടാവും. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അവിടെ കയറി ഈ ഒരു പ്ലേറ്റ് പാനിപ്പൂരി കഴിച്ചിട്ടേ മിക്കപ്പോഴും തന്നെ തിരിച്ചു പോരാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോവാൻ ടൈം ആവാറായി. അപ്പോൾ ഇന്ന് ഞാനത് പോയിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
എനിക്കതൊന്ന് വീഡിയോ പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നിങ്ങളൊക്കെ ഒരുപാടൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ വെർഷൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ബൈ. ഇനി കഴിക്കുമ്പോൾ കാണാം.